நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു പുതിയ അധ്യായമാണ്, 5-ാം അധ്യായത്തിലെ പുതിയ ഒരു പതികമാണ്. അതിൻ്റെ പേര് പുട്ടറുത്തൽ എന്നാണ്. പുട്ടറുത്തൽ എന്നതിന് അർത്ഥം ഇതാണ്, അതായത് പറ്റ ഇല്ലാതാക്കുക, അതായത് വെഷ്ടിബോധത്തെ ഒഴിവാക്കുക എന്നാണ് പുട്ടറുത്തൽ എന്ന വാക്കിൻ്റെ അർത്ഥം. പഞ്ചേന്ദ്രിയങ്ങൾക്കും അന്ധകരണത്തിനും ലൗകിക ബന്ധങ്ങളോട് തോന്നുന്ന ആ കെട്ടുപാട് ഇല്ലാതാക്കിയാണ് പുട്ടറുത്തൽ എന്ന ഈ തലക്കെട്ട് കൊണ്ട് മാണിക്യവാചകസ്വാമി ഉദ്ദേശിക്കുന്നത്. അതായത് പറ്റ അറുക്കുക, പറ്റിനെ ഇല്ലാതാക്കുക, കെട്ടുപാടിനെ ഇല്ലാതാക്കുക, അതായത് വെഷ്ടിബോധത്തെ പൂർണ്ണമായും ഒഴിവാക്കിയാൽ മാത്രമേ, ജീവബോധത്തിലെ പറ്റിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ മാത്രമേ ശിവബോധം തെളിയുകയുള്ളൂ. അപ്പോൾ തൻ്റെ കഴിഞ്ഞകാല ജന്മത്തിലെ, തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഈ പറ്റ് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഈ അവസ്ഥ ഒരുപാട് ജീവിത ദുഃഖങ്ങൾക്ക് കാരണമായി എന്നാണ് മാണിക്യവാചകസ്വാമികൾ പറയുന്നത്. ഒരു സാധാരണ മനുഷ്യൻ സാധാരണ ജീവിതവുമായി പറ്റിച്ചേർന്നിരിക്കുന്നു, ഒട്ടിച്ചേർന്നിരിക്കുന്നു. ഈ ഒട്ടൽ, ഈ ജീവിതാസക്തിയോടുള്ള ഈ ഒട്ടൽ പലപ്പോഴും അവനെ തീരാ ദുഃഖത്തിലേക്ക്, സംസാര ദുഃഖത്തിലേക്ക് നയിക്കും. ആ ദുഃഖത്തെ ഇല്ലാതാക്കണം. നമുക്ക് പുട്ടറുത്തൽ എന്ന തിരുവാചകത്തിലെ ഈ 5-ാം അധ്യായത്തിലെ പുതിയ പതികത്തിലേക്ക് കിടക്കാം. നോക്കൂ. ഗംഗാപ്രവാഹത്തിനെ ജടയാൽ തടുത്തു നിന്ന് തുങ്കമാം ശൈലശൃംഗത്തിന്മേൽ വസിക്കുന്നോനെ, ദേവകൾക്കീശനെ, എന്നന്യഭക്തർ താണു വീണപേക്ഷിച്ചൊന്നും കേൾക്കാതെ എന്നെ നോക്കും. നിന്നെ കണ്ട് അംഗമൊന്നും ഉരുകിയില്ല ചിത്തം പോലും. ആനന്ദ കണ്ണീർ തൂകി ദേഹം കുളിച്ചതില്ല. മുൻജന്മ കർമാത്താലൻ ഹൃത്തടം കല്ലിനെ കൊണ്ടുണ്ടാക്കി വച്ചെന്നേ സത്യത്തിൽ പറഞ്ഞാവൂ. എൻ്റെ ഹൃദയം നിൻ്റെ ദർശനത്തിനു മുമ്പ് സംസാരമാകുന്ന സാഗരത്തിൽ വീണ് കിടക്കുകയായിരുന്നു. എൻ്റെ ഹൃദയം ശരിക്കും ഒരു കല്ലിനെ പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ഹൃത്തടം കല്ലിനെ കൊണ്ടുണ്ടാക്കി വച്ചതെന്നേ സത്യത്തിൽ പറഞ്ഞാവൂ. എൻ്റെ ഹൃദയം ഒരു കല്ല് പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത് നിന്നോട് യാതൊരു ഭക്തിയുമില്ലാതെ സംസാരത്തിൽ ലയിച്ചു ചേർന്ന് സംസാര ദുഃഖം അനുഭവിച്ച് അതിലാണ്ട് മുങ്ങി ഒരു കല്ലിനെ പോലെ ദൃഢമായി സംസാരത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ള എന്നെ അല്ലയോ ഭഗവാൻ അങ്ങ് പിന്നീട് രക്ഷിക്കുകയാണുണ്ടായത്. ഗംഗാപ്രവാഹത്തിനെ ജടയാൽ തടുത്തു നിന്ന് തുങ്കമാം ശൈലശൃംഗത്തിന്മേൽ വസിക്കുന്നോനെ, ശിവനുള്ള വിശേഷമാണ്. അങ്ങ് ഗംഗാപ്രവാഹത്തെ ജടയാൽ തടുത്തുനിന്ന് തുങ്കമാം ശൈലശൃംഗത്തിൽ വസിക്കുന്നവനാണ്. അപ്പോൾ ഗംഗാപ്രവാഹത്തിനെ ശിരസിൽ ജടയാൽ തടുത്ത് തുങ്കമാം ശൈലശൃംഗത്തിൽ, കൈലാസത്തിൽ വസിക്കുന്നവനാണ് അങ്ങ്. അതായത് ഗംഗ എന്നുള്ളത് ഇവിടെ ആകാശഗംഗയാണ്. ഈ ആകാശഗംഗ ഭൂമിയിലേക്ക് താഴെ ഭൂലോക ഗംഗയായി ഒഴുകി വരുന്ന കാഴ്ച നാം കാണുന്നു.
ആദ്യം ശിവൻ്റെ ജടയിൽ തടുത്തിട്ട് അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഈ ഗംഗ പ്രവഹിക്കുന്നു. അപ്പോൾ 2 ഗംഗകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഭൂലോക ഗംഗയും മറ്റൊന്ന് ആകാശഗംഗയും. ഭൂലോക ഗംഗ വ്യഷ്ടിതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആകാശഗംഗ സമഷ്ടിത്വത്തെയും കുറിക്കുന്നു. ആകാശഗംഗയാണ് ഭൂലോക നദികൾക്കെല്ലാം ജലം പ്രദാനം ചെയ്യുന്നത്. ഏക സമഷ്ടി ജ്ഞാനം തന്നെയാണ് അനേക ലോക ജ്ഞാനങ്ങളായി പിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ ഗംഗ തന്നെയാണ് ഭൂമിയിലെ ഗംഗയായി ഒഴുകി വരുന്നത്. അപ്പോൾ ആകാശഗംഗ ഭൂമിയിലേക്ക് ഒഴുകി വരുന്നു. അതായത് ഏകമായ ലോകം, ഏക വ്യഷ്ടി, അത് പല പല ജ്ഞാനങ്ങളായി പിരിഞ്ഞ് ഭൂമിയിലേക്ക് ഒഴുകി വരുന്നു. അപ്പോൾ ശിവൻ തന്നെയാണ് ഭൂമിയിലേക്ക് ദേവഗംഗയായി വന്ന് പിന്നെ ഭൂമിയിലേക്ക് ഒഴുകി വരുന്നത്. അങ്ങനെയുള്ള അല്ലയോ ശിവഭഗവാനെ, അങ്ങ് ഈ ഭൂമിയിൽ വസിക്കുന്ന എന്നെ, എൻ്റെ പറ്റിനെ അറുക്കൂ എന്നാണ് പറയുന്നത്. ദേവകൾക്കീശനെ, ദേവന്മാരെല്ലാം തന്നെ അങ്ങയുടെ മഹത്വം പാടിപ്പുഴത്തുന്നു. അവർക്കെല്ലാം ഈശനാണ് അങ്ങ്. അങ്ങനെയുള്ള അല്ലയോ ശിവഭഗവാനെ, എന്ന് അന്യഭക്തന്മാർ താണു വീണപേക്ഷിച്ചൊന്നും കേൾക്കാതെ എന്നെ തന്നെ നോക്കും. എന്നെ തന്നെയാണ്, മറ്റ് ഭക്തന്മാരെയല്ല, എന്നെയാണ് അങ്ങ് എപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ടും ഞാൻ നിൻ്റെ ഭക്തിയിൽ ലയിച്ചില്ല. അപ്പോൾ എൻ്റെ കഴിഞ്ഞ കാലഘട്ട ജീവിതത്തെക്കുറിച്ചിട്ടാണ് മാണിക്യവാചകർ സംസാരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടം, അതായത് ശിവദർശനത്തിന് മുമ്പ് എൻ്റെ അംഗമൊന്നും ഉരുകിയില്ല. ഭക്തി കൊണ്ട്, നിന്നോടുള്ള ഭക്തി കൊണ്ട് എൻ്റെ അംഗമൊന്നും ഉരുകിച്ചൊലിച്ചില്ല. അപ്പോൾ എൻ്റെ മനസ്സ് കരിങ്കല്ലിനെ പോലെയുള്ളതായിരുന്നു. അതുകൊണ്ട് അങ്ങയോട് യാതൊരു ഭക്തിയും എനിക്കുണ്ടായിരുന്നില്ല. ചിത്തം പോലും നിന്നെ സ്മരിച്ചതില്ല. ആനന്ദക്കണ്ണീർ തൂകി ദേഹം കുളിച്ചതുമില്ല. അപ്പോൾ ആനന്ദമാകുന്ന കണ്ണീര് ഞാൻ തൂകിയതുമില്ല. അതായത് നിന്നെക്കുറിച്ച് എനിക്ക് യാതൊരു ഭക്തിയും ഉണ്ടായിരുന്നില്ല. എന്താണ് കാരണം? മുൻജന്മ കർമ്മത്താലൻ ഹൃത്തടം. മുൻജന്മ കർമ്മം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. മുൻജന്മ കർമ്മത്തിൻ്റെ ആ തിക്തഫലമാണ്, ആ കർമ്മഫലമാണ് ഈ ജന്മത്തിൽ നിന്നോടെനിക്ക് ഭക്തിയില്ലാതെ വന്നത്. അങ്ങനെ മുൻജന്മ കർമ്മത്താൽ എൻ ഹൃത്തടം കല്ലിനെ കൊണ്ട് ഉണ്ടാക്കി വച്ചതെന്നേ സത്യത്തിൽ പറഞ്ഞാവൂ. അങ്ങനെ മുൻജന്മ കർമ്മഫലമായിട്ട് എൻ്റെ ഈ ജന്മത്തിൽ ആദ്യകാലത്ത് അല്ലയോ ഭഗവാൻ, അങ്ങയോട് എനിക്ക് യാതൊരു ഭക്തിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആനന്ദം എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ആനന്ദക്കണ്ണീർ തൂകാതെ ഹൃത്തടം ഒരു കരിങ്കല്ലിനെ പോലെ കട്ടിയുള്ളതായി ഈ സംസാര ജീവിതത്തിൽ ഞാൻ ആണ്ട് മുങ്ങിക്കഴിയുകയായിരുന്നു. അങ്ങനെയുള്ള അല്ലയോ മനസ്സേ, നീ ഇനിയെങ്കിലും ശിവനിൽ ഭക്തിയുള്ളതായി തീരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവദർശനത്തിനു മുമ്പുണ്ടായ മാണിക്യവാചകരുടെ അനുഭവങ്ങളാണ്. നമ്മെപ്പോലെ തന്നെ മാണിക്യവാചകരും ശിവഭക്തന്മാരായിരുന്നില്ല. പക്ഷേ പിന്നീട് ശിവഭക്തിയുടെ ഉന്നത തലങ്ങളിൽ എത്തിച്ചേരുകയും അങ്ങനെ ശിവദർശനത്തിലൂടെ അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിനു മുമ്പുള്ള അവസ്ഥ, ആത്മസാക്ഷാത്കാരത്തിന് ശിവദർശനത്തിന് മുമ്പുള്ള അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ വെഷ്ടിബോധത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. ആ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ശിവദർശനത്താൽ എൻ്റെ മനസ്സ് കൂടുതൽ ഭക്തിപരവശമായി മാറുകയാണ് എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ശ്രീരാമഗീതയിൽ രാമൻ പറയുന്നത്. നോക്കൂ, അജ്ഞാനരാഗാദി നശിക്കയില്ല,
കർമാലുദിക്കും പുതുകർമ്മജാലം സംസാരബന്ധം അനിവാര്യമാക്കും തസ്മാൽ ബുധൻ തേടണം ആത്മവിദ്യ. ഇതാണ് രാമഗീതയിൽ പറയുന്നത്. നോക്കാം, അതിൻ്റെ അർത്ഥത്തോടെ നമുക്ക് നോക്കാം. കർമ്മം കൊണ്ട് അജ്ഞാനനാശം ഒരിക്കലും ഉണ്ടാകുന്നില്ല, രാഗക്ഷയവും ഉണ്ടാകുന്നില്ല. മാത്രമല്ല കർമ്മം രാഗദ്വേഷാദി ദോഷങ്ങളോട് കൂടിയ ഫലം ഉളവാക്കുന്നു. തന്മൂലം വീണ്ടും വീണ്ടും തടസ്സം കൂടാതെ സംസാരചക്രം ചലിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിവേകികൾ ജ്ഞാനവിചാരം ചെയ്യണം, ആ ഭക്തിയുടെ ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചേരണം. ഇവിടെ അജ്ഞാനത്തിന് അതിൻ്റെ കാര്യമായ അഹന്ത എന്നർത്ഥം കൊടുക്കാം. കർമ്മം ചെയ്യുന്നവന് അതിൻ്റെ ഫലം അനുഭവിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകാതിരിക്കുകയില്ല. ഞാനിത് ചെയ്യുന്നു എന്ന കർത്തൃത്വബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കർമ്മം ഈ മിഥ്യാഭിമാനത്തെ മാറ്റുന്നില്ല, മറിച്ച് പുതിയ കർമ്മങ്ങൾക്ക് വഴിവെക്കുകയാണ് ചെയ്യുന്നത്. നിസ്വാർത്ഥമായ സേവനകർമ്മങ്ങൾ വാസനകളെ ശുദ്ധീകരിക്കും. അപ്പോൾ മനസ്സ് ഏകാഗ്രവും ശാന്തവുമാകും. അപ്രകാരം മനസ്സ് ആത്മജ്ഞാനം നേടുവാൻ സജ്ജമായിത്തീരും. വൈരാഗ്യങ്ങളെ കൊണ്ട് ജ്ഞാനം ഉദിക്കും. ജ്ഞാനം കൊണ്ട് അജ്ഞാനസ്വരൂപമായ സംസാരത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. അതിനാൽ കർമ്മങ്ങൾ അല്ല, ജ്ഞാനമാണ് മുക്തിക്ക് കാരണം. അപ്പോൾ കർമ്മമല്ല, ജ്ഞാനമാണ് മുക്തിക്ക് കാരണം. ഇത് തന്നെയാണ് രമണ മഹർഷി ഉപദേശസാരത്തിൽ പറയുന്നത്. നോക്കൂ, നമുക്ക് രമണ മഹർഷിയുടെ ഉപദേശസാരത്തിലേക്ക് കിടക്കാം. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസാരസാഗരത്തിൽ പതനത്തിന് കാരണമാകുന്നു. കർമ്മഫലം അശാശ്വതമാണ്, അത് മോക്ഷഗതിയെ നിരോധിക്കുകയും ചെയ്യും. അപ്പോൾ മോക്ഷഗതിയെ ഈ സംസാര കർമ്മങ്ങൾ തടഞ്ഞു നിർത്തും എന്നാണ് രമണ മഹർഷിയും ഉപദേശസാരത്തിൽ പറയുന്നത്. അപ്പോൾ ഈ സംസാര സാഗരത്തിലെ കർമ്മത്തിൻ്റെ പറ്റിൽ നിന്ന് ഇല്ലാതാക്കണം, അതായത് പറ്ററുക്കണം. സംസാരത്തോടുള്ള ഈ ആസക്തി ഇല്ലാതാക്കണം, കർമ്മത്തോടുള്ള ഈ ആസക്തി ഇല്ലാതാക്കണം. അങ്ങനെ കർമ്മത്തോടും അതേപോലെ സംസാരത്തോടുമുള്ള ആസക്തിയാണ് നമ്മളെ പലപ്പോഴും അജ്ഞാനത്തിലേക്ക് തള്ളിവിടുന്നത്, അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്നത്. ഈ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണമെങ്കിൽ നാം ഈ പറ്റിനെ അറുക്കുക തന്നെ വേണം. അതാണ് ഇവിടെ വെഷ്ടിബോധ ഒഴിവിലൂടെ മാണിക്യവാചകർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ പുട്ടറുത്തൽ എന്ന ഈ ഭാഗത്ത് നോക്കൂ, അയ്യയ്യോ കെടുവിനയാർന്നവനെൻ്റെ നെഞ്ച് കല്ല് താൻ കണ്ണ് രണ്ടും മരം താൻ മറ്റെന്തുവാൻ. മാണിക്യവാചകർ പാടുകയാണ്, കർമ്മത്തിൽ ഉഴന്നൂരെന്നുടെ മുന്നിൽ വന്ന് കർമ്മം നീക്കുന്നോ ഞാൻ താൻ വരിക എന്ന ഈ മട്ടിലുള്ളോൻ നീ എന്നെ അറിയിച്ചെന്നെ നിൻ്റെ അടിമയാക്കി എൻ്റെ തമ്പുരനായി തീർന്നു. അങ്ങനെ നീ എൻ്റെ തമ്പുരാനായി തീർന്നു. കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നവനാണ് ഞാൻ, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് ഭഗവാൻ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. അതോടുകൂടി എൻ്റെ കർമ്മങ്ങളെല്ലാം ഇല്ലാതായി എന്നാണ് പറയുന്നത്. അപ്പോൾ പറ്ററുക്കുന്നവൻ ആരാണ്? ശിവനാണ്. ആ ശിവൻ എന്നെ വിളിച്ചു, അല്ലയോ ഭക്ത, നീ എൻ്റെ അടുത്തേക്ക് വരുന്നു. കർമ്മത്തിൽ ഉഴലുന്ന എന്നുടെ മുന്നിൽ വന്ന് കർമ്മം നീക്കുന്നു ഞാനെന്ന് ശിവൻ അരുളി ചെയ്തു. അങ്ങനെ കർമ്മത്തെ ഇല്ലാതാക്കുന്ന ശിവൻ്റെ അടിമയായി ഞാൻ മാറിയതോടുകൂടി എനിക്ക് ജീവൻ മുക്തി ലഭിച്ചു. അങ്ങനെ പരമാനന്ദ രസത്തിൽ, പരമാനന്ദ ശിവാനന്ദ ലഹരിയിൽ മുഴുകാൻ
എനിക്ക് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പറ്റ അറുത്തത് അല്ലയോ ഭഗവാൻ അവിടെ നിന്നാണ്. അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ജീവിതാസക്തിയെ അങ്ങ് ഇല്ലാതാക്കിയത്. കർമ്മത്തോടുള്ള ഈ ഒട്ടിച്ചേരൽ, ഈ പറ്റിച്ചേരൽ ഇല്ലാതാക്കിയതും അല്ലയോ ഭഗവാൻ അവിടെ നിന്നാണ്. ഇതാണ് തിരുവാചകത്തിൽ മാണിക്യവാചകർ ഈ 5-ാം അധ്യായത്തിലെ പുട്ടറുത്തൽ എന്ന ഭാഗത്ത് വിവരിക്കുന്നത്.